പത്മ. പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി. ഈ പാട്ട് മിനിമം നമ്മൾ മണ്ഡലകാലത്തിലെങ്കിലും കേൾക്കാനും കാണാറും ഉണ്ട്. ഞാനൊക്കെ അല്ലാതും കേൾക്കാറുണ്ട്. നമ്മൾ വളരെ പരിചയമായിട്ടുള്ള പാട്ടാണ് അല്ലേ? സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ. ചെമ്പരത്തി എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരും അവരെ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന വിഷ്വൽസ് ആണ്. അപ്പൊ അന്നത്തെ കുടുംബങ്ങൾ കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴേ മനസ്സിലാവും അത് ഇന്നത്തെ കാലമല്ല. ദാസേട്ടന്റെ ശബ്ദം, പിന്നെ വയലാറിന്റെ വരി, ദേവരാജ മാഷ് സംഗീതം. അന്ന് മുതൽ ചെറുതിലെ മുതലേ ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര യുണീക്കായിട്ട് തോന്നിയ ഒരു വാക്കുണ്ട്. അത് ഇന്ന് യുണീക്ക്നെസ് ഉള്ളതാണ്. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇങ്ങനെ അതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് തോന്നി. ഈ പാട്ടിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്കറിയാം ആ ഒരു റിച്വൽ ചടങ്ങ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങനെ മല വരെ എത്തും, സന്നിധാനത്തിലെത്തി ദർശനം കിട്ടുന്നവരെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വാക്ക് അമ്പലക്കിളിയെ ഉണർത്തി, അത് അന്നും ഇന്നും എന്തോ ഒരു രഹസ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ആ വാക്ക്. അതായത് വയലാർ എന്ന ഒരു ചിന്തകനും കൂടെ അവിടെ വർക്കാവുന്നുണ്ട്. ഫിലോസഫിക്കലി, സ്പിരിച്വലി എല്ലാം. നമ്മൾ അദ്ദേഹത്തിന് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ട് പോലുമില്ല, പലപ്പോഴും ചിന്തിച്ചാൽ പോലും കിട്ടില്ല. പക്ഷെ ഈ ഒരു വാക്ക് അതുപോലത്തെ ഒരു വാക്കായിട്ട് തോന്നി. കാരണം അത് ഒട്ടും ഫിസിക്കൽ പ്ലെയിനിലെ വാക്കല്ല, എന്തോ ഇന്റേണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അമ്പലക്കിളിയെ ഉണർത്തി എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഉറങ്ങുന്നുണ്ട്, ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന എന്തിനെയോ ഉണർത്തുന്നു. പമ്പയിലെ ആ തണുപ്പിൽ നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ ആ ഉണർത്തിയ കിളിയുമായിട്ടാണ് നമ്മൾ മല കയറുന്നത്. എന്താണ് ആ അമ്പലക്കിളി? അമ്പലക്കിളി എവിടെയാണ്? നമ്മുടെ നെഞ്ചിലെ തുടിക്കുന്ന ആ നെഞ്ചടിപ്പാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശരണം വിളികളാണോ, എന്താണ് എന്നുള്ളത് അദ്ദേഹം ഭയങ്കരമായിട്ട് നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ കിളി എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്കറിയാം. ഇപ്പോൾ കിളിപ്പാട്ട് അല്ലെങ്കിൽ കിളിക്കൂട്, എന്തിനാ ബസ്സിൽ പോലും നമ്മൾ കിളി എന്നല്ലേ പറയണം. അപ്പൊ എന്താണ് അമ്പലക്കിളി? നമ്മളെ തന്നെയാണോ പറയുന്നത്? നമ്മളെ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കാലിറ്റി അല്ലേ പറയണ്ടത്, പക്ഷെ ഫിസിക്കാലിറ്റി അല്ല. ഉള്ളിൽ ഉറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി. അപ്പൊ എന്തോ ഒരെണ്ണം ഉറങ്ങിക്കിടപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉറങ്ങിക്കിടപ്പുണ്ട് നമ്മൾ അറിയാതെ. ആ ഉറങ്ങിക്കിടക്കുന്ന കിളിയെ ഉണർത്തണം. ആ ഉണർത്താൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും നമ്മൾ സറണ്ടർ ചെയ്തേ പറ്റൂ. ഒന്ന് മുങ്ങിത്താണേ പറ്റുള്ളൂ. ആ മുങ്ങിത്താണ് ഉയർന്ന് എഴുന്നേൽക്കുമ്പോൾ അമ്പലക്കിളി ഉണരും. ഇങ്ങനെ ആവാം ഒരർത്ഥം. അതല്ലെങ്കിൽ നല്ല ചിന്തകളെ കുറിച്ചാവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. നല്ല ചിന്തകൾ, അതും ഉള്ളിൽ ഉറങ്ങിക്കിടക്കായിരിക്കും. അതിനെന്തെങ്കിലും ഒരു പഴുതൊരു സാധ്യത കിട്ടണം. അപ്പോൾ അതിനൊരു ഉടുക്ക് കൊട്ടേണ്ടി വരും, ഒരു വൈബ്രേഷൻ എന്ന് പറയില്ലേ, ചിലപ്പോൾ അങ്ങനെ ആവാം. ഈ വാക്ക് ഭയങ്കര പ്രത്യേകതയുള്ള വാക്കാണ്. ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി. അങ്ങനെയുള്ള ഒരുപാട് കിളികൾ, അമ്പലക്കിളികൾ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ സമാധാനവും ശാന്തിയും, അല്ലെങ്കിൽ എല്ലാ രീതിയിലും പറന്ന് ഉയരാൻ അതായിരിക്കാം ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ തന്നെ പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി. പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി. പൊള്ളയായോരുടുക്കുമായി പേട്ട തുള്ളി പാട്ടുപാടി 18-ാം പതി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. പൊള്ളയായോരുടുക്കുമായി പേട്ട തുള്ളി പാട്ടുപാടി 18-ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ. പത്മ.